പണ്ട് കൊച്ചി കത്തിച്ചൊരു കപ്പൽ കഥയുണ്ട് കൊച്ചിക്കാർക്ക് പറയാൻ. അക്ഷരാർത്ഥത്തിൽ കൊച്ചി തുറമുഖത്തെ കത്തിച്ച കഥ. ഈ തീപിടുത്തമുണ്ടാക്കിയ നാശം വളരെ വലുതാണെങ്കിലും കൊച്ചിക്കാർ ഇത് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് പണി കിട്ടിയതാണെന്നാണ് കരുതുന്നത്. വാലിൽ തീയുമായി ഓടി നടന്ന ഹനുമാൻ ലങ്കാപുരി കത്തിച്ചതുപോലെ ഒരു കപ്പൽ ഒഴുകി നടന്ന് കൊച്ചി തുറമുഖത്തിന് തീവച്ചു. കേൾക്കുമ്പോൾ രസമാണ്. 135 വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ 1889 ജനുവരി 4-നായിരുന്നു സംഭവം. മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെട്ട പ്രദേശമാകെ പുരാതന കാലം മുതൽ തന്നെ കടൽ വഴി വരുന്ന വിദേശികളുടെ കവാടവും പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രവുമായിരുന്നു. ഇന്ന് കാണുന്ന കൊച്ചി നഗരം ആ കാലത്ത് രൂപപ്പെട്ടിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലഞ്ചരക്കുകളും തേയിലയും കയറ്റുപായയും മറ്റും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒട്ടേറെ യൂറോപ്യൻ കമ്പനികൾ ഇവിടെ തുറന്നു. 6 കപ്പൽ നിർമ്മാണവും തകൃതിയായി നടന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് 1887 315 കേവ് ടൺ ഭാരമുള്ള ചന്ദ്രഭാനു എന്ന പായ്ക്കപ്പൽ പണി തീർത്ത് മട്ടാഞ്ചേരി കൽവത്തിയിലെ കപ്പൽശാലയിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ കപ്പലിന്റെ ഉടമസ്ഥൻ തദ്ദേശീയമായ നിയന്ത്രണത്തിലുള്ള കപ്പലുകൾക്ക് മേൽ കൊണ്ടുവരുന്ന ചില വ്യവഹാരങ്ങളിൽപ്പെട്ട ഉത്തരവുകൾ പ്രകാരം കേസിലായി. ഇതുമൂലം കോടതി ചന്ദ്രഭാനുവിനെ ജപ്തി ചെയ്തു. അതേസമയം ചിലയിടത്ത് കപ്പലുടമയെ ബ്രിട്ടീഷുകാർ കൊന്നതാണെന്നും രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഭൂമിയുടെ മേൽ നിയന്ത്രണം ലഭിച്ചതിനു ശേഷം ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണം നിരുത്സാഹപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയായിരുന്നു. 305 ടൺ ഭാരമുള്ള ചന്ദ്രഭാനു എന്ന കപ്പൽ കൊച്ചിയിലെ ഒരു കപ്പൽ നിർമ്മാണ യാർഡിൽ നിന്നും ഇറക്കിയപ്പോൾ അവർ അതിന്റെ ഉടമയെ കൊന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ജപ്തി ചെയ്യപ്പെട്ട ചന്ദ്രഭാനു പിന്നീട് ആ കായലോരത്ത് നങ്കൂരമിട്ട് ഉറപ്പിച്ച് കസ്റ്റഡിയിൽ വെച്ചു. കപ്പൽ നശിച്ചു പോകാതിരിക്കാൻ അതിന്റെ മീതെ ഓലയും മൂളയും കൊണ്ടൊരു മേൽക്കൂരയും ഉണ്ടാക്കി. അങ്ങനെ സുരക്ഷിതനായി കിടക്കുകയാണ് നമ്മുടെ ചന്ദ്രഭാനു കപ്പൽ. ആ കിടപ്പിൽ ഏതാണ്ട് 2 കൊല്ലത്തോളം ശാന്തനായി വിശ്രമിച്ച ചന്ദ്രഭാനുവിന്റെ ഭാവം പെട്ടെന്നൊരു ദിവസം മാറുകയാണ്. 1889 ജനുവരി 4-ന് ഏകദേശം 4 മണിയായി കാണും. കപ്പലിൽ നിന്നും പുക ഉയരുന്നതാണ് കാണുന്നത്. പിന്നാലെ തീ പടർന്നു കയറുന്നു. അപ്പോഴേക്കും നൂറുകണക്കിന് ആളുകൾ ഈ കാഴ്ച കാണാൻ കരയിൽ തിങ്ങി നിറഞ്ഞു കൂടിയിരുന്നു. അന്നൊക്കെ തീപിടുത്തമുണ്ടായാൽ കടലിലെറിയുക പതിവായിരുന്നു. അന്നും അതുപോലെ തന്നെ കപ്പൽ കിടക്കുന്നതിന് ഏറ്റവും അടുത്തുള്ള വോൾക്കാർട്ട് കമ്പനിയിലെ സായിപ്പന്മാർ നങ്കൂരം മുറിച്ചുവിട്ടാൽ കപ്പൽ കടലിലേക്ക് ഒഴുകിപ്പോയിക്കോളുമല്ലോ എന്ന് ചിന്തിച്ചു. ഏതാനും മരപ്പണിക്കാരെ ഒരു വഞ്ചിയിൽ കയറ്റി കപ്പലിനടുത്തേക്ക് അയക്കുന്നു. അവർ അങ്ങനെ വളരെ ക്ലേശം സഹിച്ച് നങ്കൂരം കെട്ടിയിരുന്ന തടിച്ച കയർ മുറിച്ച് അറുത്തുവിടുന്നു. കപ്പലിന്റെ ചുക്കാനിൽ കയർ കെട്ടി കടലിലേക്ക് വലിച്ച് ഇഴയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് കെട്ടുമുറിഞ്ഞ കപ്പൽ പാഞ്ഞെടുത്തത് വോൾക്കാർട്ട് കമ്പനിയുടെ നേർക്ക്. നിമിഷങ്ങൾക്കകം മേഞ്ഞ ഓലയെല്ലാം കത്തിച്ചാരമായി. വോൾക്കാർട്ടിന്റെ മേലധികാരികൾ ഓഫീസിൽ നിന്നും ഇറങ്ങിയോടി. തീ അവിടെ നിന്ന് പതുക്കെ നീങ്ങി അടുത്തുള്ള വീടുകളിലേക്ക് പടരാൻ തുടങ്ങി. കൽവത്തിയിലെ 250ഓളം വീടുകൾ ഒന്നാകെ ആളിക്കത്തി. സൂര്യൻ എരിഞ്ഞടങ്ങുമ്പോൾ ചന്ദ്രഭാനു ഒഴുകുന്ന അഗ്നിപർവ്വതം പോലെ പടിഞ്ഞാറോട്ടു നീങ്ങി. അവിടുത്തെ ആസ്പിയൻ വാൾ കെട്ടിടവും അഗ്നിക്കിരയാക്കി. തീരത്തെ പിയേഴ്സ് ലെസ്ലി, ബ്രണ്ടൻ കമ്പനികളുടെ എല്ലാം സംഭരണശാലകളിലേക്ക് തീ പടരുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് കമ്പനികളുടെ സംഭരണശാലകളെല്ലാം ഏകദേശം കത്തിച്ചാമ്പലായി. ഏറ്റവും വലിയ നഷ്ടം നേരിട്ടത് വോൾക്കാർട്ട് കമ്പനിക്ക് തന്നെയായിരുന്നു. അവരുടെ ഖജനാവിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം, വെള്ളി, ചെമ്പ്, നാണയങ്ങളൊക്കെ ഉരുകിപ്പോയി. വഞ്ചികളും പായ്ക്കപ്പലുകളും കത്തി നശിച്ചു. തീ വിഴുങ്ങുന്നത് കണ്ട് മനം നൊന്ത വോൾക്കാർട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ തീയിൽ ചാടി മരിക്കാൻ ശ്രമിച്ചെന്നും കഥകളുണ്ട്. ഭാര്യയും മറ്റു ചിലരും കൂടിയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും പിടിച്ചു നിർത്തിയതെന്ന് അന്നത്തെ കാലത്ത് ദുരന്തം റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളിലുണ്ടായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കപ്പലിലെ തീ കെട്ടടങ്ങി. അന്ന് രാത്രി തന്നെ താണ്ഡവമാടിയ ശേഷം ചന്ദ്രഭാനു കടലിന്റെ അടിത്തട്ടിലേക്ക് താണുപോയി. എന്നാൽ കരയിലെ തീ അണയ്ക്കാൻ ദിവസങ്ങൾ പിന്നെയും വേണ്ടി വന്നു. അതിനുശേഷം അഴിമുഖത്തെ തീ പിടിക്കാത്ത കെട്ടിടങ്ങൾ മാത്രമേ പാടുള്ളൂവെന്ന് ഗവൺമെന്റ് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചു. അങ്ങനെ നമ്മുടെ കൊച്ചി തുറമുഖത്തിനും ഒരു കാലത്ത് വൻ തീപിടുത്തം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ എന്നാണ് ബ്രിട്ടീഷുകാർ ഇതിനെ വിളിച്ചിരുന്നത്. ഇതിലെ വില്ലനായിരുന്നു ചന്ദ്രഭാനു എന്ന കപ്പൽ. ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ 1666-ന് സമാന്തരമായി വരച്ച ഈ തീപിടുത്തത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കെ.എൽ. ബെർണാഡിന്റെ ഫ്ലാഷസ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ എന്ന അധ്യായത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 1795 ഫോർട്ട് കൊച്ചിയെ കീഴടക്കിയ ശേഷം കൊച്ചി ഒരു ബ്രിട്ടീഷ് തുറമുഖമായിരുന്നു എന്നതും പിന്നീട് ഇതിനെ ബ്രിട്ടീഷ് കൊച്ചി എന്ന് വിളിച്ചതും ലണ്ടൻ തീപിടുത്തവുമായി തുലനം ചെയ്യാനുള്ള മറ്റൊരു കാരണമായി കണക്കാക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ബ്രിട്ടീഷുകാരുടെ സംഭരണശാലകളെല്ലാം കത്തിച്ച് ഒടുവിൽ ഈ ചന്ദ്രഭാനു കടലിലേക്ക് ആണ്ടുപോയി. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് പണി കൊടുത്തു എന്നാണ് കൊച്ചിക്കാർ ഈ കപ്പലിനെ പറ്റി പറയാറുള്ളത്.